യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാചകത്തിലായിരുന്നു നമ്മൾ. വഹാറസ് ഹൈത്ത തോഹു വബൂഹു ബഹുഷക് അൽപ്പനെ തോഹും ബറൂഹ ലോഹിം റാഹഫത്ത് അൽപ്പനെ ഹമയും എന്ന് പറയുന്ന ഈ വാചകത്തില് നമുക്കറിയാത്ത ഒരു പദം മാത്രമേ ഇനി ഉള്ളൂ. ബാക്കി പദങ്ങൾ കഴിഞ്ഞ ആഴ്ചയോ അതിനു മുമ്പിലുള്ള ആഴ്ചയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. മെറാഹഫത്ത് എന്ന് പറയുന്ന ഒരു ക്രിയാപദമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. മെറാഹഫത്ത് എന്ന് പറയുന്ന ഈ ക്രിയാപദത്തിന്റെ അർത്ഥം ഇന്നും ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു തർക്ക വിഷയമാണ്. കാരണം ബൈബിളിൽ 2-3 പ്രാവശ്യം മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പദമാണ് മെറാഹഫത്ത് എന്ന് പറയുന്ന ഈ പദം. അതുകൊണ്ട് തന്നെ ഈ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന അർത്ഥം നൽകിയിരിക്കുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം അതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ പദം വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാനായിട്ട് പഠിപ്പിക്കുന്നതിന് ഉപമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കഴുകൻ പറക്കാറായ തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് കൂട് ഇളക്കി വീഴ്ത്തുകയും പിന്നീട് കുഞ്ഞുങ്ങളുടെ മുകളിൽ വട്ടമിട്ട് പറക്കുകയും അതിനുശേഷം കുഞ്ഞുങ്ങൾ പറന്നില്ല എങ്കിൽ അതിനെ തൻ്റെ ചിറകിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന ഒരു സൂചന നൽകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേല് വട്ടമിട്ട് പറക്കേണ്ടത് എന്തിനാണെന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങൾ ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നു. കഴുകൻ കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള പുതിയ ഒരു അറിവ് നൽകുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വട്ടമിട്ട് പറക്കുമ്പോൾ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. രണ്ടാമതായിട്ട് ഈ ഒരു വട്ടമിട്ട് പറക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിന് പ്രതിയാണ് ഈ കഴുകൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വട്ടമിട്ട് പറക്കുമ്പോൾ ഒന്നുറപ്പിച്ചു കൊള്ളുക, ദൈവം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കരുതൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വട്ടമിട്ട് പറക്കുമ്പോൾ ഒരു അപകടത്തിലും നമ്മൾ പെടുകയില്ല. ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വട്ടമിട്ട് പറക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കീഴിൽ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.